ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ അതായത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16ൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ വരുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ അതിൽ വരുന്ന ആ ഡെഫിനിഷനകത്ത് വരുന്ന അതല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്ന ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, എന്താണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16ൽ വരാത്ത ഐറ്റംസ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ബയോളജിക്കൽ അസറ്റ് പോലെയുള്ള 1, 2, 3 ഐറ്റംസ് എവിടെ വരുന്നില്ല, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16ൽ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഡെഫിനിഷൻസ് പറഞ്ഞതിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് ക്യാരിയിങ് എമൗണ്ട് മുതൽക്കാണ് ഈ ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാനുള്ളത്. ആ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ക്യാരിയിങ് എമൗണ്ട് എന്നുള്ളത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ടാക്സ് അസറ്റിൻ്റെ ഡിഫറൻസ്, ആ ടാക്സ് അസറ്റിൻ്റെ ഡിഫറൻസ് നോക്കിയപ്പോൾ നമ്മളവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ടാക്സ് ബേസും ക്യാരിയിങ് എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പോൾ എന്താണ് ക്യാരിയിങ് എമൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിലും ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അസറ്റിൻ്റെ വില 5 ലക്ഷം രൂപയാണ് ഈ ബാലൻസ് ഷീറ്റിൽ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നതെങ്കിൽ അതാണ് ഈ വർഷത്തെ ക്യാരിയിങ് എമൗണ്ട് ആ അസറ്റിൻ്റെ. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ എന്താണെന്ന് നോക്കാം, എന്താണ് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ PPEയിൽ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ എമൗണ്ട് അറ്റ് വിച്ച് എൻ അസറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് എനി അക്കുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആൻഡ് അക്കുമുലേറ്റഡ് ഇമ്പയർമെൻറ്റ് ലോസസ്. അതായത് ഡിപ്രീസിയേഷൻ കുറച്ച് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന വാല്യൂവിനെയാണ്, അസറ്റിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലാക്കുക എന്താണ്, കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ, ദാറ്റ് ഈസ് ക്യാരിയിങ് എമൗണ്ട്. ഇനി ഇതിലും വ്യക്തത വരുത്തേണ്ട കാര്യമില്ല. അടുത്തത് തേർഡ് പോയിൻ്റ്, കോസ്റ്റ്. കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലൻറ്റ് പെയ്ഡ് and the fair value of any other consideration given to acquire an asset at the time of its acquisition or construction. ഒരു അസറ്റ് വാങ്ങുമ്പോൾ ഉള്ള വിലയാണ് കോസ്റ്റ്. അതാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ വരുന്ന കോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു അസറ്റ് എന്താണ് വാങ്ങുമ്പോൾ ഉള്ള വില, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഒരു അസറ്റ് വാങ്ങുമ്പോൾ ക്യാഷ് പേ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിനെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ എന്താണ്, അത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫെയർ വാല്യൂ എത്രയാണോ അത് കോസ്റ്റ് എന്ന് പറയുന്നു. ഇനി അതിലൊരു കാര്യം കൂടിയുണ്ട്, 4ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ഇമ്പയർമെൻറ്റ് ലോസ്. ചിലപ്പോൾ കുട്ടികൾക്ക് അത് പുതിയ ഒരു ടോപ്പിക്കായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്, എങ്കിലും ചില കുട്ടികൾക്ക് അത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. It is the amount by which the carrying amount of an asset exceeds its recoverable amount. അതായത് ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ റിക്കവറബിൾ എമൗണ്ടിനേക്കാൾ കൂടുതലാവുന്ന അവസ്ഥയാണ് ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അസറ്റിന് നമ്മുടെ ബുക്കിലെ വാല്യൂ 10,000 രൂപയാണ്. സ്വാഭാവികമായിട്ടും അതിനെയാണല്ലോ നമ്മൾ ക്യാരിയിങ് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിയലൈസിബിൾ, ഇപ്പോൾ അത് വിറ്റാൽ കിട്ടുന്നത് 8,000 രൂപയാണ്. അപ്പോൾ 8,000 രൂപയാണ് വിറ്റാൽ കിട്ടുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, റിയലൈസിബിൾ വാല്യൂ എന്ന് പറയുന്നത്.
പക്ഷേ അതിനേക്കാൾ കൂടുതൽ വാല്യൂവിലാണ് ആ അസറ്റ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ആ അവസ്ഥേനെയാണ് എന്തായിട്ട് പറയുന്നത്, ഇമ്പയർമെൻറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ 10,000 രൂപ വിലയുള്ള ക്യാരിയിങ് കോസ്റ്റുള്ള ഒരു അസറ്റിന് മാർക്കറ്റിലെ വാല്യൂ 8,000 ആണെങ്കിൽ 2,000 എന്ന് പറയുന്ന എമൗണ്ടാണ് എന്ത്, ഇമ്പയർമെൻറ്റ് ലോസ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് റെക്കഗ്നീഷനാണ്. റെക്കഗ്നീഷൻ ഫോർ എന്താണ്, അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഓഫ് PPE. എങ്ങനെയാണ് PPE നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക? There are 2 conditions are to be satisfied for recognition of PPE. PPE ആയിട്ട് പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെൻ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, it is probable that future economic benefits associated with the asset will flow to the entity എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അതായത് ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ അസറ്റ് വിൽ ഫ്ലോ ടു ദ എൻറ്റിറ്റി. അതായത് നമ്മളൊരു അസറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഫ്യൂച്ചറിലേക്കുള്ള ബെനിഫിറ്റ് കിട്ടണം. അതാണല്ലോ അതിൻ്റെ കണ്ടീഷൻ. ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു അസറ്റ് ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് ഫ്യൂച്ചർ ബെനിഫിറ്റ് നമുക്കുണ്ടാവണം. ഒന്ന്, അങ്ങനെയാണെങ്കിൽ അത് PPE ആണ്. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ക്യാൻ ബി റിലയബിളി മെഷേർഡ്. ആ അസറ്റിൻ്റെ കോസ്റ്റ് വിശ്വാസയോഗ്യമായിട്ട് മെഷർ ചെയ്യാനും പറ്റണം. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് മെഷർ ചെയ്യാൻ സാധിക്കണം. ആ അസറ്റ് കൊണ്ട് ഭാവിയിലേക്ക് നമുക്ക് ഉപയോഗവും ഉണ്ടാകണം. ഇതാണ് 2 കാര്യങ്ങൾ. ഇനി അടുത്ത എക്സ്പ്ലനേഷൻ പറയുന്നത്, ഇക്കണോമിക് ബെനിഫിറ്റ് ടു ബി ഡിറൈവ്ഡ് ഫ്രം ആൻ ഐറ്റം ഓഫ് PPE ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അതായത് ഡയറക്റ്റ് തന്നെ വേണമെന്നില്ല. അതായത് ചില അസറ്റുകൾ അങ്ങനെയാണല്ലോ, ഡയറക്റ്റായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഇൻകം കിട്ടുന്ന അസറ്റുകളായാലും മതി. ഇനി അടുത്തത്, എനി എൻറ്റിറ്റി ഇവാലുവേറ്റ്സ് അണ്ടർ ദ റെക്കഗ്നീഷൻ പ്രിൻസിപ്പിൾസ് all its property, plant and equipment at a cost of the time they are incurred. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴാണോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, എപ്പോഴാണോ അത് ഇൻകർ ചെയ്യുന്നത്, അപ്പോഴുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ കോസ്റ്റിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ പ്രോഡക്റ്റിൻ്റെ, ഈ അസറ്റുകളുടെയൊക്കെ അല്ലെങ്കിൽ PPEയുടെയൊക്കെ കോസ്റ്റിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിൻ്റ്, ഇനീഷ്യൽ കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, തുടക്കത്തിൽ വരുന്ന എക്സ്പെൻസാണ്. പക്ഷേ ടെക്സ്റ്റിൽ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. കോസ്റ്റ് ഇൻകേർഡ് ഇനീഷ്യലി ടു അക്വയർ ഓർ കൺസ്ട്രക്റ്റ് ആൻ ഐറ്റം ഓഫ് PPE. അതായത് ആദ്യമായിട്ട് ഇനീഷ്യലായിട്ട് തുടക്കത്തിൽ ഒരു PPE വാങ്ങാനോ അല്ലെങ്കിൽ എന്താണ്, അത് പണിയാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ വേണ്ടി വരുന്ന എക്സ്പെൻസ്, കോസ്റ്റ്. ബി പോയിൻ്റ്, സബ്സീക്വൻറ്റ് കോസ്റ്റ്. സബ്സീക്വൻറ്റ് കോസ്റ്റ് മീൻസ് കോസ്റ്റ് ഇൻകേർഡ് സബ്സീക്വൻ്റ്ലി ടു ആഡ്, ടു റീപ്ലേസ് പാർട്ട് ഓർ എന്താണ്, സർവീസ് ഇറ്റ്. അതിൻ്റെ ഒരു പാർട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ്, കട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ എന്താണ്, സർവീസ് ചെയ്യാനോ ഒക്കെയുള്ള കോസ്റ്റിനെയാണ് സബ്സീക്വൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് PPE എന്ന് പറയുന്ന അസറ്റ്, അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്താണ്, അത് വരാവുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യണം. അങ്ങനെ വരുന്ന കോസ്റ്റ് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇനീഷ്യൽ കോസ്റ്റ്, ആദ്യമായിട്ട് ഈ അസറ്റ് വാങ്ങുമ്പോഴോ പണിയുമ്പോഴോ വന്നിട്ടുള്ള കോസ്റ്റ്. സബ്സീക്വൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് ആഡ് ചെയ്യാനോ മാറ്റാനോ അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്താണ്, സർവീസ് ചെയ്യാനൊക്കെ വരുന്ന കോസ്റ്റിനെയാണ് സബ്സീക്വൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഐറ്റം സച്ച് ആസ് സ്പെയർ പാർട്സ്, സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ് ആൻഡ് സർവീസിങ് എക്യുപ്മെൻറ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് സ്റ്റാൻഡേർഡ് വെൻ ദേ മീറ്റ് ദ ഡെഫിനിഷൻ ഓഫ് PPE. അതർവൈസ് സച്ച് ഐറ്റംസ് ആർ ക്ലാസിഫൈഡ് ആസ് ഇൻവെൻ്ററി. അതായത് ഇവിടെ നമുക്ക് പറയുന്ന സ്പെയർ പാർട്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ സർവീസിങ് എക്യുപ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്താണ്, അതിൻ്റെ
എന്താണ് PPE എന്നുള്ള ഡെഫിനിഷനിൽ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ അത് അതിനോടുകൂടി ആഡ് ചെയ്യും. മനസ്സിലായല്ലോ? PPE എന്നുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്താണ് ഈ PPE എന്ന് പറയുന്ന ഫിക്സഡ് അസറ്റിൻ്റെ ഭാഗമാണെങ്കിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ അത് ഇൻവെൻ്ററി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി മെഷർമെൻ്റ് ആണ്. മെഷർമെൻ്റ് അറ്റ് ഇനീഷ്യൽ റെക്കഗ്നിഷൻ. ഒരു അസറ്റ് ഇനീഷ്യലി എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, അത് വാങ്ങുമ്പോഴുള്ള കോസ്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് that qualifies for recognition as an asset shall be measured at its cost. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തിൽ വാല്യൂ ചെയ്യുക, കോസ്റ്റിൽ വാല്യൂ ചെയ്യുക. The cost of an asset of PPE is the cash price equivalent at the recognition date. If the payment is deferred beyond normal credit terms, for example HP, installment, etc., the difference between the cash price and equivalent and the total payment is recognized as interest over the period of credit unless such interest is capitalized in accordance with the Indian Accounting Standard 23. അപ്പോൾ ഇതൊരു സാധാരണ സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിലെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന കോസ്റ്റിനാണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോഡക്റ്റ്, ഈ അസറ്റ് വാങ്ങുന്ന സമയത്ത് ഹയർ പർച്ചേസോ ഇൻസ്റ്റാൾമെൻറ്റോ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡിഫറൻസ്, ക്യാഷ് പ്രൈസും HP പ്രൈസും നമ്മളുടെ ഡിഫറൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. ആ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. ക്യാപിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൂടി ഇതിൻ്റെ വാല്യൂ ആയിട്ട് കണക്കാക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് എന്താണ്, റെക്കഗ്നൈസ് ചെയ്യുന്ന ഡേറ്റിൻ്റെ പ്രൈസായിട്ടാണ് അത് കണക്കാക്കുക. ഇനി എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ, അതായത് PPEയിൽ പറയുന്ന ഒരു എല്ലാ അസറ്റും അതിൽ വരും. ഭൂരിഭാഗം അസറ്റുകളും അതിൽ വരുന്നതാണ്, PPEയിൽ വരുന്നതാണ്. ഇങ്ങനെ വരുന്ന PPEയിൽ ഒരു PPE എന്ന് പറയുന്ന ഒരു അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ എലിമെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കോസ്റ്റിൻ്റെ എലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തൊക്കെ കോസ്റ്റുകളാണ് അതിൽ ആഡ് ചെയ്യുന്നത്. ഒന്ന്, പർച്ചേസ് പ്രൈസ് നെറ്റ് ഓഫ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിബേറ്റ്സ് ഇൻക്ലൂഡിങ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ്. അപ്പോൾ ഒറ്റ ലൈനിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മനസ്സിലായല്ലോ? പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസിൽ നിന്ന് നെറ്റ് ഓഫ് ഡിസ്കൗണ്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പർച്ചേസ് പ്രൈസ്, അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ റിബേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിബേറ്റ് കുറയ്ക്കുക. ദെൻ അതിൻ്റെ കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടി പോലെയുള്ള ഡ്യൂട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ടാക്സുകളൊക്കെ ആഡ് ചെയ്യുക. ടാക്സുകൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടത് എന്ത് മാത്രം ആഡ് ചെയ്താൽ മതി, നോൺ റീഫണ്ടബിൾ ടാക്സ് മാത്രം ആഡ് ചെയ്താൽ മതി. അതല്ല റീഫണ്ടബിൾ ടാക്സ് ആണെങ്കിൽ ആഡ് ചെയ്ത് പിന്നീട് കുറച്ചാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് റീഫണ്ടബിൾ ടാക്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, വിലയിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ടുകൾ, റിബേറ്റുകളൊക്കെ കുറയ്ക്കുക. ഡ്യൂട്ടീസ്, ടാക്സസ് ഒക്കെ ആഡ് ചെയ്യുക. അങ്ങനെ ടാക്സ് ആഡ് ചെയ്യുമ്പോൾ റീഫണ്ടബിൾ ടാക്സ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് കുറയ്ക്കുക. എങ്ങനെ വേണമെങ്കിൽ അത് രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് ചില എക്സൈസ് ഡ്യൂട്ടി ആഡ് ചെയ്തിട്ട് കുറയ്ക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ GST കാണുക, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പോൾ ഈ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലാണ് GST കാണുക. എന്നിട്ട് GST കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് കുറയ്ക്കുന്നു, എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ എക്സൈസ് ഡ്യൂട്ടിയുടെ ടാക്സ് അവിടെ ആഡ് ചെയ്തിട്ട് വരും. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ പോരാ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ക്വസ്റ്റ്യനിൽ പറയുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യാം. അടുത്ത സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ എല്ലാം പെട്ടു. നമ്മൾ വരുന്ന ഈ പറയുന്ന പർച്ചേസ് പ്രൈസ്, ലെസ് ഡിസ്കൗണ്ട്സ്, റിബേറ്റ്സ്, ആഡ് ഡ്യൂട്ടീസ് ആൻഡ് എക്സൈസ് ഡ്യൂട്ടീസ് ആൻഡ് റീഫണ്ടബിൾ പർച്ചേസ് ടാക്സ് ഒക്കെ അതിൽ പെട്ടു. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഓഫ് ബ്രിങ്ങിങ് ദ അസറ്റ് ടു വർക്കിംഗ് കണ്ടീഷൻ. ആ അസറ്റിനെ വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് വന്നോ അതൊക്കെ. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം ഒരു വലിയ ജനറേറ്റർ ആണെന്ന് വിചാരിക്കാം. ആ ജനറേറ്റർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവച്ച് അത് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. അതിനൊരു ബേസ്മെൻ്റൊക്കെ ഉണ്ടാക്കി, സിമെൻറ്റ് ചെയ്ത് ബേസൊക്കെ ഉണ്ടാക്കി അത് കൃത്യമായിട്ട് ഉറപ്പിച്ച്
അതിന് കൃത്യമായിട്ടുള്ള വയറിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ, മറ്റേ എന്താണ് ജനറേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ. ഒരു സ്ഥാപനത്തിലേക്ക് മുഴുവൻ കറണ്ട് കിട്ടുന്ന ജനറേറ്റർ ആയിരിക്കും. അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ, അത് ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് കുറച്ച് നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് വരുന്ന കുറച്ച് കോസ്റ്റുകൾ, അതായത് വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും. അത് മൂന്നാമത്തെ പോയിൻ്റ്, ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഡിസ്മാൻഡ്ലിങ് ആൻഡ് റിമൂവിങ് ദ ഐറ്റം ആൻഡ് റീസ്റ്റോറിങ് ദ സൈറ്റ്. അതായത് ഈ ഐറ്റം പാക്ക് ചെയ്ത് വരുന്നത് എന്ത് ചെയ്യണം, മുഴുവനായിട്ട് ഊരിയെടുത്ത് നമ്മുടെ സൈറ്റിൽ റീഫിക്സ് ചെയ്യുന്നതിന് എന്തൊക്കെ എക്സ്പെൻസ് വരുന്നോ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ, ഇനീഷ്യൽ എസ്റ്റിമേറ്റ്, അതും കൂടിയിട്ട് എന്തിലേക്ക് വരും, ഇതിൻ്റെ പർച്ചേസ് പ്രൈസിൻ്റെ ഭാഗമാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒന്ന് നെറ്റ് പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട്സും റിബേറ്റ്സും ഒക്കെ കുറയ്ക്കുക. ഡ്യൂട്ടീസും എക്സൈസ് ഡ്യൂട്ടീസും അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടീസും ടാക്സുകളൊക്കെ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ടാക്സുകളൊക്കെ എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാം. ദെൻ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്, ഇത് വർക്കിംഗ് കണ്ടീഷനാക്കി മാറ്റാനുള്ള എന്തൊക്കെ കോസ്റ്റുകൾ വരും അതൊക്കെ ആഡ് ചെയ്യുക. ഇനീഷ്യലായിട്ടുള്ള എന്താണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നതിന്, ഇനീഷ്യലായിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് ഉണ്ടെങ്കിൽ ഇത്രയും കോസ്റ്റുകൾ ആഡ് ചെയ്താലാണ് നമുക്ക് എന്തായിട്ട് വരിക, എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഇതൊക്കെ ഈ 3 ഐറ്റം കൂടി ചേർന്നിട്ടാണ് PPയുടെ കോസ്റ്റ് വരിക. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. നേരത്തെ അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതിൻ്റെ എക്സാമ്പിൾസ്, അത് കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ എന്താണ് എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഒന്ന്, കോസ്റ്റ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് arising directly from construction or acquisition of the items of property, plant and equipment. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ അക്വിസിഷനിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, അപ്പോൾ അത് കൊണ്ടുവരാനോ ഫിക്സ് ചെയ്യാനോ ഒക്കെയുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് അതിൻ്റെ ഡയറക്റ്റ് പേയ്മെൻറ്റായിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആട്രിബ്യൂട്ടബിൾ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്യും. 2, കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ. കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞ എന്താണ്, ഒരു വലിയ ജനറേറ്റർ നമ്മൾ വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ അത് വെറും തറയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനവിടെ ഒരു സിമെൻറ്റിൻ്റെ ബേസൊക്കെ ഉണ്ടാക്കി നെറ്റ് ബോൾട്ടൊക്കെ ഇട്ട് ഫൗണ്ടേഷൻ ബോൾട്ടൊക്കെ ഉറപ്പിച്ച് അത് ഫൗണ്ടേഷൻ നടത്തി അത് നെറ്റും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്താലാണ് അതിൻ്റെ ഷിവറിങ്ങും വൈബ്രേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ഒരു സൈറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റും നമുക്ക് ഡയറക്റ്റ് അട്രിബ്യൂട്ടബിൾ കോസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. 3, ഇനീഷ്യൽ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്. ഇനീഷ്യൽ ഡെലിവറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ മുംബൈയിൽ നിന്നൊക്കെയുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, വലിയ മെഷീനറീസൊക്കെ അവിടെ നിന്നായിരിക്കും വരിക. മുംബൈ, ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ, കൂടുതലും മുംബൈയിൽ നിന്നാണ്. അത്തരം പ്രോഡക്റ്റുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ഡെലിവറി കോസ്റ്റ്, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ലോഡിങ് ആൻഡ് അൺലോഡിങ് പോലെയുള്ള കോസ്റ്റുകൾ. 4ാമത്തെ പോയിൻ്റ്, ഇൻസ്റ്റലേഷൻ ആൻഡ് അസംബ്ലി കോസ്റ്റ്. ഈ പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, അത് വെറുതെ വെച്ചാൽ പോരല്ലോ, അത് ഫിക്സ് ചെയ്യണ്ടേ, അത് ഫിക്സ് ചെയ്ത് അതിന് വയറിംഗ് ഒക്കെ കൊടുത്ത് കൊണ്ടുവരാനുള്ള കോസ്റ്റിനെയാണ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. 5, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് വെദർ ദ അസറ്റ് ഈസ് ഫങ്ഷനിങ് properly after deducting the net proceeds from selling any items produced while bringing the asset to that location and condition. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാങ്ങിയിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു മെഷീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം അത് അവിടെ ഫിക്സ് ചെയ്തു, എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സോപ്പ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തു. ഒരു 50 സോപ്പ് അതിൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്തു, മനസ്സിലായല്ലോ. ആ 50 സോപ്പ് നമ്മൾ 10 രൂപ വെച്ച് വിറ്റു. അപ്പോൾ സോപ്പ് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് ഇത്ര രൂപ ഉണ്ടാവുമല്ലോ. 50 സോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ എക്സ്പെൻസ് വരും അല്ലേ. ഒരു 1000 സോപ്പ് ഉണ്ടാക്കുന്ന വെച്ച് കമ്പയർ ചെയ്താൽ ഒരു സോപ്പിനെ സംബന്ധിച്ച് കൂടുതൽ എക്സ്പെൻസ് വരും. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ഇതിൻ്റെ കൂടെ കൂട്ടാം. അങ്ങനെ കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ എക്സ്പെൻസിൽ നിന്ന് ഈ സോപ്പ് വിറ്റ് കിട്ടുന്ന പൈസ കുറയ്ക്കണം. മനസ്സിലായല്ലോ. സാമ്പിളായിട്ട് സോപ്പ് ഉണ്ടാക്കി സോപ്പ് വിൽക്കാൻ പറ്റും. ആ വിൽക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സോപ്പ് ബിസിനസ്സിലുള്ള ആളായിരിക്കും, അല്ലാണ്ട് വെറുതെ സോപ്പ് ഉണ്ടാക്കില്ലല്ലോ.
അങ്ങനെയുള്ള ആ പ്രോഡക്റ്റ് വിറ്റ് എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ, ഇൻകം കിട്ടുകയാണെങ്കിൽ, ഈ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഈ ടെസ്റ്റിങ്ങിൻ്റെ കോസ്റ്റിൽ നിന്ന് ആ സാമ്പിൾ വിറ്റ് കിട്ടുന്ന പൈസ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്തിൻ്റെ കൂടെ കൂട്ടാം? ഈ എമൗണ്ടിൻ്റെ കൂടെ കൂട്ടാം. അടുത്തത് പ്രൊഫഷണൽ ഫീസാണ്. പ്രൊഫഷണൽ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചില പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ വന്നിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ, അല്ലേ? ഇപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ ബല പരിശോധന നടത്താൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ചത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആളെയാണ്, അല്ലേ? മെട്രോമാൻ എന്നൊക്കെ വിളിക്കുന്ന ആളെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എക്സ്പേർട്ടുകൾക്ക് എപ്പോഴും ഫീസും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അത്തരം ഫീസിന് നമുക്ക് എന്തായിട്ട് പറയാം? പ്രൊഫഷണൽ ഫീസ് എന്ന് പറയാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കൂടുതലൊന്നും ഈ ഏരിയയിൽ പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് കോസ്റ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് PPE. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. അതായത് എന്തൊക്കെ ഐറ്റംസ് ഡയറക്റ്റ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞ് PPEയുടെ കൂടെ ആഡ് ചെയ്യാം. ഇനി പറയുന്നത് എന്താ? ആഡ് ചെയ്യേണ്ടാത്ത ഐറ്റംസ് എന്തൊക്കെയാണ്? എക്സാമ്പിൾസ് ഓഫ് കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് കോസ്റ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് PPE. PPEയിൽ ആഡ് ചെയ്യേണ്ടാത്ത കോസ്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് എ ന്യൂ ഫെസിലിറ്റി. നമ്മൾ ഒരു പുതിയ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ എന്താണ്, കാറിൻ്റെ ഷോറൂമാണ്. കാറിൻ്റെ ഷോറൂമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടയറിൻ്റെ ഒരു പുതിയ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യാണ്. ആ ടയറിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ അവിടെ നമുക്ക് 1-2 മെഷീനറികൾ വേണം. പക്ഷേ ആ സെക്ഷൻ ഓപ്പൺ ചെയ്യാനുള്ള കോസ്റ്റ് ആ മെഷീനറിയുടെ കോസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ന്യൂ ഫെസിലിറ്റി, ഓപ്പണിംഗ് എ ന്യൂ ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്തിൻ്റെ കോസ്റ്റല്ല? PPEയുടെ കോസ്റ്റല്ല. മനസ്സിലായല്ലോ? നമ്മളൊരു പുതിയ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും PPEയുടെ കോസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ പോയിൻ്റ്, കോസ്റ്റ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്. മനസ്സിലായല്ലോ? അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ്. ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീനറി നമ്മൾ വാങ്ങി. ആ മെഷീനറിക്ക് നമുക്ക് എന്തിലേക്ക് പെടുത്താം? PPEയിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ അത് ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള അഡ്വർടൈസിങ്ങോ പ്രൊമോഷണൽ ആക്ടിവിറ്റീസോ പോലെയുള്ള ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻട്രൊഡ്യൂസിങ് എക്സ്പെൻസസ്, അതായത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആവാം, അഡ്വർടൈസ്മെൻറ്റ്സ് ആവാം, എന്തോ ആയിക്കോട്ടെ, അത്തരം ഐറ്റംസിൻ്റെ കോസ്റ്റ് എന്തിൽ ആഡ് ചെയ്യാൻ പാടില്ല? PPEയിൽ ആഡ് ചെയ്യാൻ പാടില്ല. അടുത്തത്, കോസ്റ്റ് ഓഫ് കണ്ടക്റ്റിംഗ് ബിസിനസ് ഇൻ എ ന്യൂ ലൊക്കേഷൻ ഓർ വിത്ത് എ ന്യൂ ക്ലാസ് ഓഫ് കസ്റ്റമർ ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ്. അതായത് പുതിയ ലൊക്കേഷനിൽ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് PPEയിൽ വരുന്ന കാര്യമല്ല. അതല്ലെങ്കിൽ ഒരു ന്യൂ ക്ലാസ് ഓഫ് കസ്റ്റമർ, ഒരു പുതിയ ക്ലാസ് ഓഫ് കസ്റ്റമറെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് PPEയുടെ ഭാഗമായിട്ട് വരുന്നതല്ല. ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് സ്റ്റാഫ് ട്രെയിനിങ്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്ന കാര്യം പോലും എന്തിൽ വരുന്നതല്ല? നമ്മുടെ എക്സാമ്പിളിൽ വരുന്ന കാര്യമല്ല. നാലാമത്തെ പോയിൻ്റ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ജനറൽ ഓവർഹെഡ്സ്. നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസോ മറ്റ് ജനറൽ ഓവർഹെഡ്സോ ഒന്നും തന്നെ PPEയുടെ പരിധിയിൽ വരുന്ന എക്സ്പെൻസുകളല്ല. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടി പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഐറ്റംസാണ്. ഒന്ന് എക്സ്പെൻസസ് ഡയറക്റ്റ്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് PPEയുടെ ഭാഗമായിട്ട് വരാവുന്ന കോസ്റ്റുകളാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ഓഫ് കോസ്റ്റ് ദാറ്റ് ആർ നോട്ട് കോസ്റ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് PPE. PPE എന്ന് പറയുന്ന ഐറ്റത്തിൽ പെടുത്താനാവാത്ത ചാർജുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ന്യൂ ഫെസിലിറ്റി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും PPEയുടെ ഭാഗമല്ല. ഒരു പുതിയ പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസസ് ഒരിക്കലും തന്നെ PPEയുടെ ഭാഗമല്ല. അതുപോലെ തന്നെ ഒരു പുതിയ ലൊക്കേഷനിൽ നമ്മൾ ബിസിനസ് കൊണ്ടുവരിക. അതുപോലെ തന്നെയാണ് ഒരു ന്യൂ ക്ലാസ് ഓഫ് കസ്റ്റമറെ നമ്മളെന്ത് ചെയ്യുക? അവരെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെയുള്ള പ്രോഗ്രാംസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാഫ് ട്രെയിനിങ് കോസ്റ്റുകൾ വരിക. ഇതൊന്നും തന്നെ എന്തിൻ്റെ ഭാഗമല്ല. ഒരു കാര്യം കൂടിയുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജനറൽ ഓവർഹെഡ്സ്. ഇതൊന്നും തന്നെ PPEയുടെ കോസ്റ്റിൻ്റെ ഭാഗമല്ല എന്നാണ് പറയുന്നത്, ഭാഗമാകാൻ പാടില്ല. ഇനി അടുത്തത്, കോസ്റ്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാരിയിങ് എമൗണ്ട് ഓഫ് എൻ ഐറ്റം ഓഫ് PPE.
ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്, ക്യാരിയിങ് എമൗണ്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് ബാലൻസ് ഷീറ്റിൽ കാണുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന റെക്കോർഡ് ചെയ്യപ്പെടുന്ന എമൗണ്ടിനെയാണ് ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ക്യാരിയിങ് എമൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്ന്, കോസ്റ്റ് ഇൻകേർഡ് വൈൽ എൻ ഐറ്റം കേപ്പബിൾ ഓഫ് ഓപ്പറേറ്റിംഗ് ഇൻ എ മാനർ ഇൻറ്റൻഡഡ് ബൈ മാനേജ്മെൻറ്റ് ഹാസ് യെറ്റ് ടു ബി ബോട്ട് ഇൻ ടു യൂസ് ഓർ ഈസ് ഓപ്പറേറ്റഡ് അറ്റ് ലീസ്റ്റ് ദാൻ ഫുൾ കപ്പാസിറ്റി, അറ്റ് ലെസ് ദാൻ ഫുൾ കപ്പാസിറ്റി, അറ്റ് ലെസ് ദാൻ ഫുൾ കപ്പാസിറ്റി. അപ്പോൾ അത് കുട്ടികൾക്ക് ആ ഒറ്റ ലൈനിൽ വായിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, നമ്മളൊരു മെഷീനറി വാങ്ങി, ആ മെഷീനറി വാങ്ങിയതിൽ 1000 യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാം. 1000 യൂണിറ്റ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അതിന് കുറച്ച് കോസ്റ്റ് അഡീഷണലായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 500 യൂണിറ്റിനെ ഓർഡറുള്ളൂ, മനസ്സിലായല്ലോ. 500 യൂണിറ്റിന് ഓർഡറുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, ഓരോ യൂണിറ്റിനും കുറച്ചുകൂടി ഹയർ കോസ്റ്റ് വരും. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എന്താണ്, മാനേജ്മെൻറ്റിന് ഇപ്പോഴും നമുക്കെന്താണ് ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റ് ഒരിക്കലും ക്യാരിയിങ് കോസ്റ്റായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ പോയിൻ്റ്, ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസസ്. ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യമായിട്ട് മെഷീനറി സെറ്റപ്പ് ചെയ്തു, ആദ്യമായിട്ട് എംപ്ലോയീസിൻ്റെ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മെഷീനറി തുടക്കത്തിൽ ഒന്ന് പരിചയമായി വന്നാലായിരിക്കും ചിലപ്പോൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ടെക്നിക്കൽ കേസുകളല്ലേ, നമുക്കറിയില്ല. അപ്പോൾ ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസസ് പോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്തിൻ്റെ ഭാഗമാവാൻ പാടില്ല, ക്യാരിയിങ് എമൗണ്ടിൻ്റെ ഭാഗമാവാൻ പാടില്ല. മൂന്നാമത്തെ പോയിൻ്റ്, കോസ്റ്റ് ഓഫ് റീലൊക്കേറ്റിംഗ് ഓർ റീഓർഗനൈസിങ് പാർട്ട് ഓർ ഓൾ ഓഫ് എൻ എൻറ്റിറ്റീസ് ഓപ്പറേഷൻസ്. ഈ അസറ്റ് റീലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് റീഓർഗനൈസ് ചെയ്യാം, അതും അല്ലെങ്കിൽ എന്താണ് ഈ എൻറ്റിറ്റി ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, റീസ്ട്രക്ചർ ചെയ്യുക. ഇങ്ങനത്തെ എക്സ്പെൻസസ് ഒന്നും തന്നെ എവിടെ വരാൻ പാടില്ല, ക്യാരിയിങ് എമൗണ്ടായി വരാൻ പാടില്ല. ഇത്രയാണ് നമുക്ക് തിയറി പാർട്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, PPയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് കോസ്റ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 52 ഇല്ലസ്ട്രേഷൻ 18 ആണ്. അതിൽ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് കോസ്റ്റ് ആർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പർച്ചേസ് ഓഫ് എ പ്ലാന്റ് ബൈ അരുൺ ലിമിറ്റഡ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അരുൺ ലിമിറ്റഡിൻ്റെ പർച്ചേസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ചില കോസ്റ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വേണ്ടുന്ന കോസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് ഓഫ് PPE കാണണം. അത് ഏറ്റവും ലാസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്, കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് PPE. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. ഗ്രോസ് പ്രൈസ് 30 lakhs, 30 ലക്ഷമാണ് ഇതിൻ്റെ വില. റിബേറ്റ് അലൗഡ് ബൈ ദ സെല്ലർ. സെല്ലർ അത് വിൽക്കുന്ന ആൾ 1% റിബേറ്റ് അനുവദിച്ചു. കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ, സൈറ്റ് പ്രിപ്പറേഷന് 1,30,000 രൂപ വന്നു. കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ് ദ പ്രോഡക്റ്റ്. അഡ്വർടൈസിങ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ അസറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അത് പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യണം. പ്രൊഡക്റ്റ് എന്തിൻ്റെ ഭാഗമാണ്, സെയിൽസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് ഉണ്ട്. 3,20,000 രൂപയാണ് തന്നിട്ടുള്ളത്. ഇനീഷ്യൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് 70,000. ഇൻസ്റ്റാളേഷൻ ചാർജസ് 1,40,000. കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ് പോലെ തന്നെ വരുന്ന ആക്ടിവിറ്റിയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റി. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അതും നമുക്കറിയാം, അത് ഭരണപരമായിട്ടുള്ള കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് 2,10,000. സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ടെസ്റ്റിംഗ് പ്രോസസ്സ്. ആ ടെസ്റ്റിംഗ് പ്രോസസ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ വിറ്റു. അങ്ങനെ വിറ്റിട്ട് എത്ര കിട്ടി, 30,000 രൂപ നമുക്ക് കിട്ടി. ഇനി പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് PPE എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാരണയിലെത്താൻ പറ്റും. എന്താണ്, ഇതിൽ കോസ്റ്റായിട്ട് ബന്ധമില്ലാത്ത ചില എക്സ്പെൻസുകളുണ്ട്. എന്തൊക്കെയാണ്, കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ് ദ പ്രോഡക്റ്റ്, അത് കോസ്റ്റായിട്ട് ബന്ധമില്ല. 2 എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അത് കോസ്റ്റായിട്ട് ബന്ധമില്ല. 3 അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അതിനും കോസ്റ്റായിട്ട് ബന്ധമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും എടുക്കേണ്ട കാര്യമില്ല.
പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട് 2,10,000. പക്ഷേ ആ ടെസ്റ്റിങ്ങിൽ നിന്ന് നമുക്ക് ചില റവന്യൂ കിട്ടുന്നുണ്ട്. എന്താ കാരണം? അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് വിറ്റ് നമുക്ക് 30,000 രൂപ കിട്ടുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? 2,10,000 നിന്ന് 30,000 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് അവിടെ എന്തായിട്ട് കാണിക്കേണ്ട കാര്യമുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയും ഐറ്റംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് PPE കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യേണ്ടത് വലതു ഭാഗത്ത് ഒരു 2 എമൗണ്ട് കോളം വേണമെന്നില്ല, ഒരു എമൗണ്ട് കോളം ഒരു ഇന്നർ കോളം പ്രൊവൈഡ് ചെയ്യണമെന്നില്ല, പ്രൊവൈഡ് ചെയ്താൽ നല്ലത്. ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് PPE എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള പോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് PPE എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അണ്ടർലൈൻ ചെയ്യുക. വലതു ഭാഗത്ത് 2 എമൗണ്ട് കോളം ഉണ്ടാവുക. ആദ്യം തന്നെ ഗ്രോസ് പ്രൈസ് എന്നുള്ള പേര് കൊടുക്കുക. ലാസ്റ്റ് കോളത്തിലേക്ക് നമ്മുടെ എമൗണ്ട് 30 lakhs 30 ലക്ഷം എഴുതി വയ്ക്കുക. ലെസ് റിബേറ്റ് 1%, 30 ലക്ഷത്തിൻ്റെ 1% എന്ന് പറയുന്നത് 30,000 എഴുതുക. അപ്പോൾ 30 ലക്ഷത്തിൽ നിന്ന് 30,000 കുറയ്ക്കുമ്പോൾ 29,70,000 കിട്ടും. 29,70,000 അതിൻ്റെ എമൗണ്ടായിട്ട് കിട്ടുക, റിസൾട്ടായിട്ട് കിട്ടുക. തൊട്ട് താഴെ ഇനി എന്ത് ചെയ്യുക? ഇനി ബാക്കിയുള്ള എക്സ്പെൻസൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ 30 ലക്ഷമാണ് വില, അതിൽ നിന്ന് എത്രയാണ്? 30,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് കുറച്ചു. ഇനി അതിന് വന്നിട്ടുള്ള മറ്റ് എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് കിട്ടും. എന്താണ്? കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ 1,30,000, ഇനീഷ്യൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് 70,000, ഇൻസ്റ്റാളേഷൻ ചാർജസ് 1,40,000, കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് അവിടെ ഒരു വരുമാനമുള്ള കാരണം കൊണ്ട്, ഇൻകം ഉള്ള കാരണം കൊണ്ട് അത് ഇന്നർ കോളത്തിൽ കൊടുക്കുക. കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് 2,10,000 ലെസ് സെയിൽസ് പ്രൊസീഡ്സ്. സെയിൽസ് പ്രൊസീഡ്സ് ലെസ് ചെയ്യുക എത്രയാണ്? 30,000 രൂപയാണ്. അത് ലെസ് ചെയ്യുക. അപ്പോൾ ഔട്ടർ കോളത്തിലേക്ക് വരുന്നത് 1,80,000 ആണ്, 1,80,000. അതുകൂടി കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ അപ്പോൾ ഇവിടെ കോസ്റ്റ് ഗ്രോസ് പ്രൈസിൽ നിന്ന് റിബേറ്റ് കുറച്ചിട്ടുള്ള 29,70,000 ഉണ്ട്. കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ 1,30,000 ഉണ്ട്. ഇനീഷ്യൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ് 70,000 ഉണ്ട്. ഇൻസ്റ്റാളേഷൻ ചാർജസ് 1,40,000 ഉണ്ട്. കോസ്റ്റ് ഓഫ് ടെസ്റ്റിങ്ങിൻ്റെ നെറ്റ് വരുന്നത് 1,80,000 ഉണ്ട്. അങ്ങനെ 5 ഐറ്റംസ് ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 34,90,000 കിട്ടും. 34,90,000. അത് ഡബിൾ ലൈൻ ചെയ്യാം. മനസ്സിലായാലോ? ഇതാണ് റിസൾട്ട്. അപ്പോൾ ഇത് എളുപ്പമാണ്. ഇപ്പോൾ ഇതിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, PPയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തെടുക്കാൻ പാടില്ല? അഡ്വർടൈസ്മെൻറ്റ് ചാർജ് എടുക്കാൻ പാടില്ല, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ ചാർജ് എടുക്കാൻ പാടില്ല, അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോമൺ ചാർജുകൾ എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് പോലെയുള്ള ചാർജുകൾ എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ, ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകം കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമേ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് എളുപ്പമാണ്, കുട്ടികൾ നോക്കി പഠിക്കുക. അടുത്തത് ഇല്ലസ്ട്രേഷൻ 19 ഞാൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 53. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് പ്ലാന്റ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോസ്റ്റ് കണ്ടുപിടിക്കണം പ്ലാന്റിൻ്റെ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 16 അനുസരിച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ വായിക്കാൻ, കുട്ടികൾ ശ്രദ്ധിക്കുക. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ പ്ലാന്റ് 19 lakhs. അതായത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 19 ലക്ഷമാണ്. കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ദ പ്ലാന്റ് 5,30,000 അത് ഇതിനോട് ബന്ധപ്പെട്ടാണ്. സൈറ്റ് പ്രിപ്പറേഷന് 5,30,000 വാല്യൂ വരുന്നത്. ഇൻസ്റ്റലേഷൻ ചാർജസ് ഫോർ ദ പ്ലാന്റ്, ഇൻസ്റ്റലേഷൻ ചാർജസ് 60,000 രൂപ വരുന്നു. അതും നമുക്കറിയാം മെഷീനറിയുടെ ഭാഗമാണ്. കോസ്റ്റ് ഓഫ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് 40,000. അപ്പോൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അത് പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസാണ്, ഇവിടെ കൂട്ടേണ്ടതല്ല. കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് 40,000. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടെസ്റ്റിങ്ങിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, വരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ടെസ്റ്റിംഗ്. അല്ലേ? ടെസ്റ്റിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്സ് നമ്മൾ സെയിൽ നടത്തിയിട്ട് എത്ര രൂപ കിട്ടി? 10,000 കിട്ടി. അപ്പോൾ ടെസ്റ്റിന് 40,000 രൂപ ചിലവാണ്, പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടിയത് എത്രയാണ്? 10,000 ആണ്. അപ്പോൾ 30,000 രൂപ നമുക്ക് എന്തായിട്ട് കിട്ടും?
അതിൻ്റെ എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. 40,000 രൂപ എക്സ്പെൻസ് ഉണ്ട്, പക്ഷേ 10,000 രൂപ ഇൻകം ഉണ്ട്. അപ്പോൾ നെറ്റ് എക്സ്പെൻസായിട്ട് എത്ര കൊടുത്താൽ മതി? 30,000 കൊടുത്താൽ മതി. തൊട്ട് താഴെ റിബേറ്റ് അലൗഡ് ബൈ ദ സപ്ലയർ ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്. അതായത് ഈ പ്ലാന്റിന് റിബേറ്റ് തന്നിട്ടുണ്ടായ സപ്ലയർ, അപ്പോൾ അത് കുറയ്ക്കണം. പ്ലാന്റിൻ്റെ വാല്യൂ 19 ലക്ഷത്തിൽ നിന്ന് 3% റിബേറ്റ് കുറയ്ക്കണം. എന്നിട്ട് വേണം ഈ ബാക്കിയുള്ള എക്സ്പെൻസൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ. ഇനി ലാസ്റ്റ് സബ്സിഡറി ഫ്രം ദ ഗവൺമെൻറ് ഫോർ ഇൻസ്റ്റാളിങ് പ്ലാന്റ് ഇൻ എ ബാക്ക്വേർഡ് ഏരിയ. അതായത് നമുക്കറിയാലോ, നമ്മുടെ ഗവൺമെൻറ് ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫണ്ടുകൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്വേർഡ് ഏരിയയിലായതുകൊണ്ട് തന്നെ 2 ലക്ഷം രൂപ ഗവൺമെൻറ് ഗ്രാൻഡായിട്ട് എന്ത് കിട്ടുന്നു? ഗവൺമെൻറ് ഗ്രാൻഡ് അല്ല, സബ്സിഡി ആയിട്ട്. അപ്പോൾ അതായത് ഈ സബ്സിഡി എന്ന് പറയുമ്പോൾ ഈ 2 ലക്ഷം രൂപ നേരിട്ട് ആര് തരും? നമുക്ക് ഗവൺമെൻറ് തരും അല്ലേ. അപ്പോൾ അതുകൂടി കുറച്ചിട്ട് വേണം നമുക്ക് എന്ത് കാണാൻ? പ്ലാന്റിൻ്റെ PPEയുടെ കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഓർ കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്ലാന്റ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. 2 എമൗണ്ടുകോളം പ്രൊവൈഡ് ചെയ്യുക. ആദ്യം തന്നെ എന്ത് ചെയ്യുക? കോസ്റ്റ് പ്രൈസ് ഓഫ് ദ പ്ലാന്റ് 19 lakh ലാസ്റ്റ് കോളത്തിലേക്ക് എഴുതി വയ്ക്കുക. 19 ലക്ഷം കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് 19 ലക്ഷം എഴുതി വയ്ക്കുക. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് തൊട്ട് മുമ്പ് ഒരു റിബേറ്റ് പറയുന്നുണ്ട്. അപ്പം എന്താ എഴുതുക? ലെസ് റിബേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 3%. 3% എന്തുണ്ട്? റിബേറ്റ് ഉണ്ട്. 3% റിബേറ്റ്. എന്തിൻ്റെ മുകളിലാണ് 3% റിബേറ്റ് എന്ന് പറയുന്നത്? ഈ 19 lakhs മുകളിലാണ് 3% റിബേറ്റ്. 3% റിബേറ്റ് വരുന്നത് 57,000 രൂപയാണ്. കുട്ടികൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, ഞാൻ ബുക്കിലുള്ളതാണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ 19 ലക്ഷത്തിൻ്റെ 3% എന്ന് പറയുന്നത് 57,000 രൂപയാണ്. അത് കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ 18,43,000 രൂപ കിട്ടും. അതിനോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബാക്കിയുള്ള എക്സ്പെൻസൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ആഡ് കോസ്റ്റ് ഓഫ് സൈറ്റ് പ്രിപ്പറേഷൻ 5,30,000 ആഡ് ചെയ്യുക. ലാസ്റ്റ് കോളത്തിലേക്ക് ഇടുക. തൊട്ട് താഴെ ആഡ് ഇൻസ്റ്റാളേഷൻ ചാർജസ് 60,000. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്? കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ആഡ് കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ 40,000 എഴുതുക. കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് 40,000 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ്. അതവിടെ എഴുതി വയ്ക്കുക. ലെസ് സെയിൽസ് പ്രൊസീഡ്സ് ഫ്രം ടെസ്റ്റിംഗ്. അതായത് ടെസ്റ്റിങ്ങിൽ പ്രോഡക്റ്റുകൾ വിറ്റിട്ട് നമുക്ക് എത്ര രൂപ കിട്ടി? സെയിൽ പ്രൊസീഡ്സ് എത്ര രൂപ കിട്ടി? 10,000 രൂപ കിട്ടി. അത് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെറ്റ് എക്സ്പെൻസ്, ടെസ്റ്റിംഗ് എക്സ്പെൻസ് 30,000 രൂപയാണ് വരിക. അത് ഔട്ടർ കോളത്തിലേക്ക് കൊടുക്കുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 24,63,000 കിട്ടും. 24,63,000 കിട്ടും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഗവൺമെൻറ് സബ്സിഡി കുറയ്ക്കുക. ലെസ് ഗവൺമെൻറ് സബ്സിഡി അല്ലെങ്കിൽ ലെസ് സബ്സിഡി ഫ്രം ദ ഗവൺമെൻറ് 2 lakh, 2 ലക്ഷം രൂപ സബ്സിഡി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് കിട്ടും. എത്രയാണ് കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത്? 22,63,000 രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. കുട്ടികൾ എന്ത് ചെയ്യുക? നന്നായിട്ട് അത് ശ്രദ്ധിക്കുക. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു മാർക്കാണ്. അത് കളയരുത്. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റാണ്. പേജ് നമ്പർ 54 സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ്. ആ പേര് പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കുന്ന അസറ്റ്, നമ്മൾ വാങ്ങിക്കുന്ന അസറ്റും ഉണ്ടാക്കുന്ന അസറ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ടോപ്പിക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മൾ ഒരു വാങ്ങുന്ന അസറ്റ് ഡീൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതായത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും, അതേപോലെ തന്നെയാണ് ഒരു അസറ്റ് ഉണ്ടാക്കുമ്പോൾ എത്ര കോസ്റ്റ് വരും, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ എനി ഇൻറ്റേർണൽ പ്രോഫിറ്റ്സ് ആർ എലിമിനേറ്റഡ് ഇൻ അറൈവിങ് അറ്റ് സച്ച് കോസ്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലാഭം ഉണ്ടെങ്കിലോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 10,000 രൂപ, നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ 8,000 രൂപ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് 2,000 രൂപ. അത് പറ്റില്ല.
പ്രോഫിറ്റ് എലിമിനേറ്റ് ചെയ്ത് കളയണം. അതിൻ്റെ കോസ്റ്റ് എത്രയായിട്ട് തന്നെ കണക്കാക്കണം? 8000 രൂപ മാത്രമായിട്ട് അതിനെ കണക്കാക്കണം. മനസ്സിലായല്ലോ? പ്രോഫിറ്റിൻ്റെ പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അബ്നോർമൽ എമൗണ്ട്സ് ഓഫ് വേസ്റ്റഡ് മെറ്റീരിയൽ. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കി, പക്ഷേ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ കുറേ എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ലോസ് വന്നു. കാരണം അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ലോസ് ഓഫ് മെറ്റീരിയൽസ് വന്നു. അതിൻ്റെ കോസ്റ്റൊക്കെ നമുക്ക് ഇവിടെ കൂട്ടാൻ സാധിക്കുമോ? ഇല്ല. അത്തരം കോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതുപോലെ തന്നെ എന്താണ് ഈ സെൽഫ് കൺസ്ട്രക്ഷൻ അസറ്റിൻ്റെ മുകളിലുണ്ടായിട്ടുള്ള ലേബർ ചാർജസ്, അബ്നോർമലായിട്ടുള്ള മെറ്റീരിയൽ മാത്രമല്ല, എന്താണ് പണി അറിയാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണമോ ഉണ്ടായിട്ടുള്ള ലേബർ കോസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ത് ചെയ്യുക? അവർ സ്വയം ഉണ്ടാക്കുന്ന അസറ്റിനെയാണ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുക? ഒരു അസറ്റ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക, അതുപോലെ തന്നെയാണ് ഒരു അസറ്റ് ഉണ്ടാക്കുമ്പോഴും വാല്യൂ ചെയ്യുക. വാങ്ങുമ്പോൾ എങ്ങനെയാണ് വാല്യൂ ചെയ്യുക? അതിന് വരുന്ന കോസ്റ്റുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെയും സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റും അതിനുണ്ടാക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകളുടെയൊക്കെ ആകത്തുകയെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയും. പക്ഷേ ഒരു അസറ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രോഫിറ്റിൻ്റെ എന്തെങ്കിലും എലിമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോസ്റ്റിൽ ആഡ് ചെയ്യാൻ പാടില്ല. അതിന് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ 10000 രൂപ വിലയുള്ളൊരു പ്രോഡക്റ്റ് നമ്മളുണ്ടാക്കി, ഒരു അസറ്റ് നമ്മളുണ്ടാക്കിയപ്പോൾ 8000 രൂപയെ വന്നുള്ളൂ. അപ്പോൾ അവിടെ 10000 രൂപ ഇട്ട് 2000 രൂപ പ്രോഫിറ്റ് എലിമെൻ്റ് എന്ന് കാണിക്കാൻ പാടില്ല. അതിന് വാല്യൂ ചെയ്യുമ്പോൾ എത്ര മാത്രമേ കാണിക്കാൻ പാടുള്ളൂ? 8000 രൂപ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റിന് വേണ്ടി വരുന്ന ഒരുപാട് നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് മെറ്റീരിയൽസായിട്ടും ലേബറായിട്ടും മറ്റ് എക്സ്പെൻസസൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അബ്നോർമൽ ലോസസ് ഉണ്ടായിട്ടുണ്ടാവും. അത്തരം അബ്നോർമൽ ലോസസിൻ്റെ ഒന്നും കോസ്റ്റ് എന്തിൻ്റെ ഭാഗമാവാൻ പാടില്ല? സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റിൻ്റെ ഭാഗമാവാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് എ പർച്ചേസ്ഡ് അസറ്റ് ആൻഡ് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് ആർ ദ സെയിം. മനസ്സിലായല്ലോ? സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റിൻ്റെയും പർച്ചേസ് ചെയ്ത ഒരു അസറ്റിൻ്റെയും എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് കൃത്യമായിട്ട് എന്താണ്? സെയിം ആണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഫോർ ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻപുട്ട് നോ പ്രോഫിറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ഒറ്റ വ്യത്യാസമുള്ളൂ, നമ്മൾ ഇൻറ്റേർണലായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ? പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മൾ ഇൻറ്റേർണലായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ പ്രോഫിറ്റ് എലിമെൻറ്റ് തീരെ ഉണ്ടാവില്ല. അങ്ങനെ പ്രോഫിറ്റ് എലിമെൻറ്റ് കിട്ടത്തക്ക രീതിയിൽ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പാടില്ല? കണക്കാക്കാൻ പാടില്ല. ഇത്രയാണ് നമുക്ക് സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ സെൽഫ് കൺസ്ട്രക്റ്റഡ് അസറ്റ് എന്ന് പറയുന്നത് സ്വയം നമ്മൾ ഉണ്ടാക്കുന്ന അസറ്റാണെന്നും അത് പുറത്തുനിന്ന് അസറ്റ് വാങ്ങുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതും എന്നാണ് അവിടെ പറഞ്ഞത്. അടുത്ത് എക്സ്ചേഞ്ച് ഓഫ് അസറ്റ്സ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഇഫ് എൻ ഐറ്റം ഓഫ് PPE ഈസ് അക്വേർഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് എൻ ഐറ്റം ഓഫ് നോൺ മോണിറ്ററി അസറ്റ് or a combination of monetary and non-monetary asset, the cost of such asset is measured at a fair value unless the exchange transaction lacks commercial substances. അതിന് കൊമേഴ്സ്യൽ സബ്സ്റ്റാൻസസ് ഇല്ലാതിരിക്കുക. അല്ലെങ്കിൽ ദ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് റിസീവ്ഡ് ഓർ ദ അസറ്റ് ഗിവൺ അപ്പ് ഈസ് നോട്ട് മെഷറബിൾ. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു അസറ്റ്, ഒരു PPEയുടെ ഒരു ഐറ്റം നമുക്ക് കിട്ടി. അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ അസറ്റിൽ പെടുന്ന ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ അക്വയർ ചെയ്തത്, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയത് നോൺ മോണിറ്ററി അസറ്റിന് പകരമായിട്ടാണ്. അതല്ലെങ്കിൽ പകുതി നോൺ മോണിറ്ററിയും പകുതി മോണിറ്ററി ആയിട്ടുള്ളൊരു ഐറ്റം കൊടുത്തിട്ടാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂവിൽ അത് വാല്യൂ ചെയ്യാം. എന്താ ഫെയർ വാല്യൂ? മാർക്കറ്റിലെ വാല്യൂ എത്രയാണോ ആ വാല്യൂവിന് അത് വാല്യൂ ചെയ്യാം. മനസ്സിലായല്ലോ? മറ്റൊരു കാര്യം, ചില സമയത്ത് അത് സാധിക്കില്ല. ഏത് കേസിലാണ്? അൺലെസ് അതെങ്ങനെയാണെങ്കിൽ ദി എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ലാക്സ് കൊമേഴ്സ്യൽ സബ്സ്റ്റാൻസ്. എക്സ്ചേഞ്ച് ട്രാൻസാക്ഷന് കൊമേഴ്സ്യൽ സബ്സ്റ്റാൻസ് ഇല്ലാതിരിക്കുക. രണ്ട്, എന്താണ്? ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ് റിസീവ്ഡ്
ഓർ അസറ്റ് ഗിവൺ അപ്പ് ഈസ് നോട്ട് മെഷറബിൾ. ആ അസറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള അസറ്റിനെ ഫെയർ വാല്യൂവിൽ മെഷർ ചെയ്യാൻ സാധിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള 2 സന്ദർഭങ്ങളിലൊഴികെ ഫെയർ വാല്യൂവിലാണ് എന്ത് വാല്യൂ ചെയ്യേണ്ടത്? ഇത്തരം നോൺ മോണിറ്ററി ഐറ്റംസ് കൊടുത്ത് റിസീവ് ചെയ്യുന്ന അസറ്റുകൾ PPE നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മോണിറ്റർ ചെയ്യേണ്ടത്. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ആഫ്റ്റർ റെക്കഗ്നിഷനാണ്. അതായത് ഇനീഷ്യൽ റെക്കഗ്നിഷന് ശേഷം എങ്ങനെ മെഷർമെൻറ്റ് നടത്താം എന്നുള്ള ടോപ്പിക്കാണ് ഇനിയുള്ളത്. നമുക്കത് ഈ ക്ലാസ്സിൽ ആ ടോപ്പിക്ക് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നമുക്ക് സമയം കറക്റ്റായി. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.